ലോകമെമ്പാടുമുള്ള ജനാധിപത്യ ശക്തികൾ ഇന്ന് സാർവദേശീയ തലവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ, പറയുമ്പോൾ, എഴുതുമ്പോൾ സാഹിത്യകാരന്മാർ ഉൾപ്പെടെ പലസ്തീൻ ജനതയ്ക്ക് നേരെ നടക്കുന്ന മനുഷ്യത്വരഹിതമായ ക്രൂരമായ കടന്നാക്രമത്തെ സംബന്ധിച്ചാണ് പ്രസംഗിക്കുന്നതും എഴുതുന്നതും എല്ലാം. നിരവധിയായ സാഹിത്യകാരന്മാരുടെ സാഹിത്യരചനയിൽ അറിഞ്ഞോ അറിയാതെയോ അവർ സൃഷ്ടിക്കുന്ന സാഹിത്യ സൃഷ്ടികളിൽ, കഥകളിൽ, സാഹിത്യകാരന്മാരുടെ രചനകളിൽ നമ്മളെല്ലാം വേദനിപ്പിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന ഗാസയിലെ കുട്ടികളുടെ രോദനം അവർ വളരെ വികാരപരമായി അവതരിപ്പിക്കുന്ന ചിത്രം നമ്മൾ കാണുകയാണ്. ലോകത്തെമ്പാടുമുള്ള രാഷ്ട്രങ്ങൾ, അത്യപൂർവ രാഷ്ട്രങ്ങൾ ഒഴിച്ച് എല്ലാ രാജ്യങ്ങളും രാഷ്ട്രത്തലവന്മാരും പാലസ്തീന് നേരെ നടക്കുന്ന കടന്നാക്രമത്തെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യത്തിൽ ഇസ്രയേലും അമേരിക്കയും ഉൾപ്പെടെ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നാണ് ലോകം നൽകുന്ന വ്യക്തമായ ചിത്രം. യുഎൻഒയിൽ വീമ്പിളക്കി പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് ഇസ്രയേൽ പ്രതിനിധി എഴുന്നേറ്റപ്പോൾ വാർത്താമാധ്യമങ്ങൾ പറഞ്ഞത് കൂക്കി വിളിച്ച് അവർ ഹാള് വിട്ടു എന്നാണ്. നെഹന്യാഹുവിൻ്റെ പ്രസംഗം കേൾക്കാൻ അവിടെ ആളുണ്ടായിരുന്നില്ല. ഒഴിഞ്ഞ കസേലയിലാണ് പ്രസംഗിച്ചത്. വീരവാദം മുഴക്കുന്നത് ഞങ്ങൾക്ക് കേൾക്കേണ്ടതില്ല എന്ന കൃത്യമായ താക്കീതോടുകൂടി അവർ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ലോക മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ക്രൂരമായ വംശഹത്യയെ ലോകത്തെമ്പാടുമുള്ള ജനത അതിശക്തിയായിട്ട് എതിർക്കുകയാണ്. ഏതാണ്ട് 70,000-ത്തിലധികം ആളുകളെ ഇതിനകം തന്നെ, അതിൽ മഹാഭൂരിപക്ഷവും കുട്ടികളും സ്ത്രീകളുമാണ്, കൊന്നൊടുക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഗാസയെ ഇല്ലാതാക്കി അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുമെന്ന് അമേരിക്കയും, ഗാസയെ പൂർണ്ണമായിട്ട് ഞങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കി അത് ഞങ്ങൾ വിൽക്കും, ഈ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ചെലവായ പണം ഞങ്ങളതിൻ്റെ ഭാഗമായിട്ട് വിറ്റ് ലാഭിക്കുമെന്ന് പറയുന്നത് ഇസ്രയേലിയാണ്. ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ ഒരു രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തെയും ജനാധിപത്യത്തെയും കൃത്യതയോടുകൂടി കൈകാര്യം ചെയ്യപ്പെടണമെന്ന് പറയുമ്പോൾ, ഞാൻ ഈ രാജ്യത്തിൻ്റെ അന്ത്യം കൊണ്ട് മാത്രമേ യുദ്ധം അവസാനിപ്പിക്കുള്ളൂ എന്ന് പരസ്യമായിട്ട് പറയുന്ന നിലപാടാണ് ഇസ്രയേൽ എടുക്കുന്നത്. ഇവിടെ ഒരുപാട് നേതാക്കൾ പ്രസംഗിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് സുദീർഘമായ പ്രസംഗത്തിലേക്കൊന്നും ഞാനിപ്പോഴും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്ത്യയും പലസ്തീനും തമ്മിലുള്ള ബന്ധം പതിറ്റാണ്ടുകളായിട്ട് തുടങ്ങിയ ഒന്നാണ്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടം മുതൽ തുടങ്ങിയതാണ്. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ വന്ന ആ ഘട്ടത്തിൽ തന്നെ മഹാത്മാഗാന്ധി ഉൾപ്പെടെ ഈ രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തിന് വേണ്ടിയിട്ട് വാദിച്ചവരാണ്. ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനമാകെ പാലസ്തീൻ ജനതയുടെ വിമോചനവും പാലസ്തീൻ രാഷ്ട്രമെന്ന സങ്കല്പവും മുന്നോട്ടേക്ക് വെച്ചിരുന്നു എന്ന് നമുക്കറിയാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പെയാണ് ഞാൻ ആ കാര്യം പറഞ്ഞത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം
നാസർ അറാഫത്ത് ഉൾപ്പെടെയുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ തലവൻ എന്ന രീതിയിൽ ലോകത്താദ്യമായിട്ട് ആ മേഖലക്ക് പുറമെ അംഗീകരിച്ച ഒരു രാജ്യം ഇന്ത്യയാണ്. ആ മേഖലയ്ക്ക് പുറമേ എന്ന് ഞാൻ ബോധപൂർവം തന്നെയാണ് പറഞ്ഞത്. അറാഫത്ത് ഒരു രാഷ്ട്ര തലവൻ എന്ന നിലയിൽ ഡൽഹിയിലെത്തി സ്വീകരണം നൽകിയ കാഴ്ച ഈ ഇന്ത്യക്കാർ കണ്ടതാണ്. അന്ന് ഇന്ദിരാഗാന്ധിയെയും വളരെ വളരെ സൗഹൃദത്തോടുകൂടി ഒരു വിമോചന സമരത്തെ, ആ വിമോചന പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതൃത്വത്തെ രാഷ്ട്രത്തിൻ്റെ തലവൻ എന്ന രീതിയിൽ അംഗീകരിച്ച് ഈ ലോകത്തോട് ഇന്ത്യ എന്ന ഈ മഹാരാജ്യം പാലസ്തീൻ പോരാളികളൊപ്പമാണ് പൊരുതുന്ന സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ ഒപ്പമാണ് എന്ന് അടയാളപ്പെടുത്തിയ ചരിത്രമുള്ള രാജ്യമാണ് ഇന്ത്യ. ഇപ്പോഴെന്താണ് സ്ഥിതി ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണങ്ങളെ പരിപൂർണമായിട്ട് പിന്തുണക്കുന്ന മൗനമാണ് ഇന്ത്യ ഗവൺമെൻറ് നരേന്ദ്രമോദി ഇപ്പോഴും കൈകാര്യം ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ പാസ്പോർട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പാസ്പോർട്ട് ഓഫീസുമായിട്ട് ബന്ധിപ്പിച്ച് കാര്യങ്ങൾ പരിശോധിച്ചാൽ ആ പാസ്പോർട്ടിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നമുക്ക് പ്രവേശനമില്ലാത്ത അല്ലെങ്കിൽ പ്രവേശിക്കാൻ പാടില്ലാത്ത രാജ്യത്തിൻ്റെ പേര്. ആ ഒരു പേരാണ് ഇസ്രയേൽ. യാതൊരുതര നയതന്ത്ര ബന്ധവുമില്ല, ഇന്ത്യക്കാർ സന്ദർശിക്കേണ്ടുന്ന ഒരു രാജ്യവുമല്ല ഇസ്രയേൽ. ആ കടുത്ത നിലപാട് സ്വീകരിച്ച രാഷ്ട്രമാണ് ഇന്ത്യ. ഇന്ത്യയിലെ ജനാധിപത്യ ശക്തികൾ എല്ലാ കാലത്തും പലസ്തീൻ ജനതയോടൊപ്പമായിരുന്നു, പൊരുതുന്ന ലോകത്തെമ്പാടുമുള്ള ജനാധിപത്യ ശക്തികൾക്കൊപ്പമായിരുന്നു. ഇപ്പോഴത് പൂർണ്ണമായിട്ടും മാറ്റി സാമ്രാജ്യത്വ ശക്തികൾക്ക് കീഴടങ്ങിയ നിലപാട് സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രമായിട്ട് ഇന്ത്യ മാറുകയാണ്.